സിനിമ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ കഥ തന്നെയാണ്. കാരണം അരുൺ ശേഖർ ഒരു പുതിയ സംവിധായകനാണ്. അപ്പുത്തിക്കിരി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇതിൻ്റെ കഥ വന്ന് അരുൺ പറയുന്നത്. കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെയ്യണം എന്ന് തോന്നി. കാരണം കുറേ നാളുകളായി എന്താ പറയുക, ഒരു ഗ്രാമത്തിൻ്റെ ഒരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടും ഇവിടെ പറഞ്ഞിട്ടും. ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമ ജനപ്രിയനായിരുന്നു. ഒരുപക്ഷെ അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു മണ്ണിൻ്റെ മണമുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ ലൈഫെന്ന് ഞാൻ അഭിനയിച്ച സിനിമ ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഒരു കൗതുകകരമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാനും 2 കുട്ടികളും മാത്രമുള്ള ഒരു സിനിമയാണ്. ഓഫ് കോഴ്സ് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലും ഇവരും ഈ കുട്ടികളും തമ്മിലുള്ള ഒരു ട്രാവലാണ് ഈ സിനിമ. പിന്നെ ഒരുപാട് നല്ല എന്താ പറയുക, നെറ്റി ചുളിക്കേണ്ട രീതിയിലല്ലാത്ത കുറേ നല്ല തമാശകളുള്ള സിറ്റുവേഷനുള്ള സിനിമ. അപ്പോൾ അങ്ങനത്തേക്കൊരു സിനിമ എൻ്റെലേക്ക് വന്ന് ചേർന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അരുണിൻ്റെ ആ ഒരു കഥയിൽ ഒരു ഭാഗവാക്കാകാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. ഇത് ജിലേബി എന്ന് പറയുന്ന പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞാൻ സംവിധായകനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നമ്മൾ വീട്ടിലെ കുട്ടികളെ നമ്മൾ വളരെ സ്വീറ്റായിട്ട് പലതും വിളിക്കും. ചിലപ്പോൾ ലഡ്ഡു എന്ന് വിളിക്കും, ചിലപ്പോൾ മേ ബി ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ജിലേബികളാണ് എന്നാണ് മൂപ്പര് പറയുന്നത്. മാത്രമല്ല ജിലേബിയുടെ ഷേപ്പ് കണ്ടിട്ടില്ലേ, ഇത് എങ്ങനെയൊക്കെ പോകുന്നു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ പ്രവൃത്തികൾ അടുത്തത് എന്താണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ആ സ്വീറ്റ്നെസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിഷ്ടമാണ്. അത് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ വീട്ടിലൊരവസ്ഥ ഭയങ്കര, അവൾ ചിലപ്പോൾ എൻ്റെ ജയം ഒന്നും മിണ്ടാതിരിക്കും, ഞാനും പിള്ളേരെക്കാളും കഷ്ടമാട്ടോ. അവരെ ബഹളവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ എടുത്തിട്ട് ഇവർ പിറ്റേ ദിവസം തിങ്കളാഴ്ച ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടാവില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വീട് ഉറങ്ങിയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ജിലേബികൾക്കായിട്ടുള്ളതാണ് ഈ ജിലേബി എന്ന് പറയുന്ന സിനിമ. അരുൺ ശേഖറിൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഈ സിനിമ ഉള്ളതിൻ്റെ പേരിൽ വ്യക്തമായിട്ട് കുറേ വർഷങ്ങളായിട്ട് മൂപ്പര് എന്താ പറയുക, ഊതിക്കാച്ചിയ പൊന്നെന്നൊക്കെ പറയുന്ന പോലെ മൂപ്പരുടെ മനസ്സിൽ കുറേ നാളുകളായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ കൂടി ഒരു ആക്ട് ഫിലിം എന്ന് പറയുന്ന ആക്ട് ഫിലിം മേക്കറാണ് അദ്ദേഹം. പക്ഷേ ആക്ട് ഫിലിം എന്നൊക്കെ ടോട്ടലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ പുള്ളി വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എന്തൊക്കെ എങ്ങനെയൊക്കെ വേണമെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അതിന് സപ്പോർട്ടീവായിട്ട് ആൽബി എന്ന് പറയുന്ന DOP ഉണ്ടായിരുന്നു. അതിനേക്കാളെല്ലാം ഉപരി എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരുൺ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞ കാര്യം. അപ്പോൾ അരുൺ കഥ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അരുൺ പ്രൊഡ്യൂസർ എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൂപ്പര് പറഞ്ഞു, പ്രൊഡ്യൂസർ ബാക്കപ്പ് എനിക്കില്ല ജയ, ഞാൻ കഥ വന്ന് പറയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, അത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിജയേട്ടനെ വിളിച്ച് പറഞ്ഞത്, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അപ്പോൾ തന്നെ മൂപ്പര് മൈ ബോസ് എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റിന് ശേഷം പടം ഒന്നും ചെയ്യാതിരിക്കുക, നല്ല സ്ക്രിപ്റ്റ് വന്നിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ കഥ അരുൺ വിജയേട്ടൻ്റെ അടുത്ത് ചെന്ന് പറയുകയും വിജയേട്ടൻ ഇഷ്ടപ്പെടുകയും വിജയേട്ടൻ എന്നെ വിളിച്ചു, എന്നാൽ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കോടി രൂപ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ഒരു പ്രൊഫഷണൽ വേയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായിരുന്നു, സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ലിറിസിസ്റ്റാണ്. അപ്പോൾ വ്യക്തമായൊരു ധാരണയുള്ള ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല വിജയേട്ടൻ ഈ സിനിമയിൽ ഞാനൊരു മലയാളി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ആ പാട്ട് എഴുതിയിട്ടുള്ളത് വിജയേട്ടനാണ്. അതിപ്പോൾ വിജയേട്ടനല്ല വേറൊരാളാണ് എഴുതിയതെങ്കിലും അതെൻ്റെ പ്രിയപ്പെട്ട സോങ് ആകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു പാട്ടുണ്ട്, അത് സന്തോഷ് വർമ്മയാണ് എഴുതിയിട്ടുള്ളത്. മ്യൂസിക് ഡയറക്ടർ നമ്മുടെ വിജിബാലാണ്. ഇതിൻ്റെ RRഉം റീ റെക്കോർഡിങ്ങും വിജിബാല തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ 3ാമത്തെ ഒരു സോങ് ഉണ്ട്, അത് നജീമാണ് പാടിയിട്ടുള്ളത്. അത് GCD ചെയർമാൻ വേണുട്ടൻ്റെ വൈഫാണ്, ശശികല മേനോനാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാട്ടുകൾ കൊണ്ടും നല്ല വിഷ്വൽസ് കൊണ്ടും എല്ലാം സമൃദ്ധമാണ് ഈ ജിലേബി എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ പാലക്കാട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൃഷികളൊക്കെ അവസാനിക്കുമ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ടറും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങൾ കൊയ്തോളൂ, പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് കൃഷി ഇറക്കണം. അങ്ങനെ 2-3 മാസമൊക്കെ വീണ്ടും നമ്മൾ കാത്തിരുന്നിട്ടാണ് ആ കൃഷികളും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും സിനിമയ്ക്ക് വേണ്ടി കൃഷി ചെയ്തിട്ട് നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ പച്ചപ്പോ കാര്യങ്ങളോ അതൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. കാരണം അവർക്ക് ഓരോ സമയമുണ്ട്, അത് കഴിയുമ്പോൾ അവരങ്ങോട്ട് ഇതെല്ലാം ക്ലിയർ ഓഫ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും
ശ്രീകുട്ടൻ്റെ വീട്, ശ്രീകുട്ടൻ്റെ പരിസരം, ആ പശ്ചാത്തലം എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ തന്നെ വീണ്ടും നമ്മൾ കൃഷി ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈ ഞാനൊരു മലയാളി എന്നുള്ള പാട്ടാണെങ്കിലും ഈ സിനിമ കണ്ടു കഴിയുമ്പോഴും ഈ പച്ചപ്പ് ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇവിടെ ഇതുപോലത്തെ ഒരു വീട് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഒരു കഥാപാത്രം കണ്ടു പഠിക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാനേ പറ്റുള്ളൂ. അയാൾ എന്താണ്, അയാളുടെ ജീവിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പോകാമല്ലോ. നമ്മളെന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായൊരു ഐഡിയ കിട്ടില്ലേ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു കഥാപാത്രത്തിനുണ്ട്. അപ്പോൾ ഈ സിനിമ ശ്രീകുട്ടനെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അയാൾ എന്തൊക്കെ ചിന്തിക്കും, അയാൾ എന്തൊക്കെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതൊരു പഠനമാണോ എന്ന് വെച്ചാൽ അറിയില്ല, അയാളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ. അങ്ങനെ ഞാൻ ശ്രീകുട്ടനെ കണ്ടെത്തി. രണ്ടും ഒരുപോലെ ഫോക്കസ് ചെയ്യണം. കാരണം ചിലപ്പോൾ കഥാപാത്രങ്ങൾ ഗംഭീരമാവും, സിനിമകൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ കുഴപ്പമില്ല. നമുക്ക് പക്ഷേ അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമ്മളൊരു സിനിമ ചെയ്യുന്നു, ജനങ്ങൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ അതിലെ കഥാപാത്രം ചിലപ്പോൾ ഒരുപക്ഷെ നന്നായിരിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് സിനിമ ഹിറ്റാവുക. ഇപ്പോൾ ഈവൻ പുണ്യാളനാണെങ്കിലും മേ ബി അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ജോയ് താക്കോൽക്കാരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയുമായി പുണ്യാളനെയും എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ യുവിൻ്റെ പുസ്തകമാണെങ്കിലും അപ്പോത്തിക്കിരിയാണെങ്കിലും എല്ലാം അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകൾ, കുമ്പസാരവും ലുക്കാച്ചുപ്പി. കാരണം അതിൽ ഗംഭീര എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട സിനിമകളുമാണ്, ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുമാണ്. അപ്പം മുമ്പോട്ടുള്ള സിനിമകളും അങ്ങനെ രണ്ടും, സിനിമയും അതുപോലെ തന്നെ കഥാപാത്രവും ശ്രദ്ധിക്കുന്നത് തന്നെയായിരിക്കും എന്നാണ്. ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ മാത്രമേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ.